ട്രേഡ് ഫെയർ ഉദ്ഘാടനം ചെയ്യുന്ന എത്രയും ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശൻ അവർകൾ, വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈബി ഈഡൻ എം പി, ബഹുമാനരായ MLA മാർ ശ്രീമതി ഉമാ തോമസ്, ശ്രീ അൻവർ സാദത്ത്, ശ്രീ TJ വിനോദ്, ശ്രീ ടോണി ചമ്മിനി, ഈ പ്രിയപ്പെട്ട വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന മറ്റ് ബഹുമാന്യരെ, മേയർ അടക്കം അഡ്വക്കേറ്റ് മിനിമോൾ VK, സപ്ലൈകോയുടെ MD അടക്കം മറ്റ് ഉദ്യോഗസ്ഥർ, PC തോമസ് XMP അടക്കം ബഹുമാനരായ വിവിധ കക്ഷി നേതാക്കൾ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മാധ്യമ സ്നേഹിതരെ, ആദ്യമേ ഞാനൊരു വലിയ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്. അദ്ദേഹം ഈ ഓണക്കാലത്തേക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അനുവദിച്ച് നൽകിയത് 253 കോടി രൂപയാണ്. സമീപകാല ചരിത്രത്തിൽ ഇത്രയും തുക ഓണക്കാലത്ത് ഒരേ അവസരത്തിൽ നൽകിയത് ഈ ഗവൺമെൻറ്റാണ് എന്നത് അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ട്രേഡ് ഫെയർ. ഇവിടെ കോഴിക്കോടും തിരുവനന്തപുരത്തും സമാനമായ നിലയിൽ നടത്തുന്ന ട്രേഡ് ഫെയറുകൾ, ഒപ്പം തന്നെ വിവിധ ജില്ലാ ഫെയറുകൾ 13-ാം തീയതിയോടെ ആരംഭം കുറിക്കുകയും എല്ലാ നിയോജകമണ്ഡല തലങ്ങളിലും ഓണത്തോടനുബന്ധിച്ച് 6 ദിവസം നീണ്ടു നിൽക്കുന്ന സിവിൽ സപ്ലൈസിൻ്റെ പ്രത്യേക നിയോജകമണ്ഡല ഫെയറുകൾ നടത്തുകയാണ്. ഇതുവഴി ലക്ഷ്യം വെക്കുന്നത് പരമാവധി വിപണിയെ സമീപിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് കൂടുതൽ എത്തിച്ചേരാൻ കഴിയുകയും അവരവിടെ വന്ന് അവർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ വാങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വിപണിയെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ കഴിയും. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ ഉണ്ടാവുന്ന ക്രോപ്പ് ഫെയിലിയേഴ്സ് പോലും നമ്മുടെ വിപണിയെ പ്രതിഫലിക്കും. അങ്ങനെ ഉണ്ടാവുന്ന വിലവ്യതിയാനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകുക എന്നത് തന്നെയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പിലൂടെ. ഇന്ന് ഈ ട്രേഡ് ഫെയർ നിങ്ങൾക്കറിയാം, ഇവിടെ സബ്സിഡി ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ മറ്റ് സ്റ്റോളുകളുണ്ട്. അപ്പോൾ ഒരു ഷോപ്പിംഗ് അനുഭവം ഈ ഓണക്കാലത്ത് ജനങ്ങൾക്ക് സമ്മാനിക്കുക എന്ന വലിയൊരു ഉദ്ദേശം ഇക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ അത് വരും വർഷങ്ങളിൽ മെട്രോ നഗരങ്ങളിൽ നിന്ന് പുറമെ മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ഘട്ടം ഘട്ടമായി നമുക്ക് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും അതെല്ലാം വളരെ കേന്ദ്രീകൃതമായി കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഈ ഓണക്കാലത്ത് 1,65,000 മെട്രിക് ടൺ അരിയാണ് സിവിൽ സപ്ലൈസ് വകുപ്പിലൂടെയും സപ്ലൈകോയുടെ സ്റ്റോറുകളിലൂടെയും കേരളത്തിൽ വിതരണം ചെയ്യുവാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും വിപണിയിൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാവുമെന്ന് തന്നെ ഞങ്ങൾ കരുതുകയാണ്. പരിമിതികൾ ധാരാളമുണ്ട്, സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ. പക്ഷെ അതൊന്നും ഒരു വെൽഫെയർ മെഷേഴ്സിനെയും ബാധിക്കാത്ത നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ആവശ്യമായ തുക ആവശ്യാനുസരണം ഇന്ന് സപ്ലൈകോയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. 13 സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത, അതിൻ്റെ ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ തന്നെ കൊടുക്കുക എന്നതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതൊക്കെ അതിനനുസൃതമായ നിർദ്ദേശങ്ങൾ പല സന്ദർഭങ്ങളിലായി ഇന്ന് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നൽകി വരുന്നുണ്ട്. സ്നേഹിതരെ, ഇത് തീർച്ചയായിട്ടും നമുക്കിതിനോടനുബന്ധമായി OMSS റേറ്റിലുള്ള അരിയും റേഷൻ കടയിലൂടെ സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആയിട്ടുള്ള അരിയും ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഹോർട്ടികോർപ്പിൻ്റെ സ്റ്റോള് ഇതിനോടനുബന്ധിച്ചുണ്ട്. കൃഷി വകുപ്പിൻ്റെ ഹോർട്ടികോർപ്പും തീർച്ചയായിട്ടും സപ്ലൈകോയുടെ വിവിധ ഫെയറുകൾ കേന്ദ്രീകൃതമായി കൊണ്ടുവരികയാണ്. അപ്പോൾ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും അതുവഴി ലഭ്യമാക്കാൻ കഴിയും. ഒപ്പം തന്നെ സർക്കാരിൻ്റെ തന്നെ വിവിധ കൺസ്യൂമർ ഫെഡിൻ്റെ സഹകരണ വകുപ്പിൻ്റെ ഓണച്ചന്തകളും സപ്ലൈകോയുടെയും ഹോർട്ടികോർപ്പിൻ്റെ എല്ലാം കൂടി സംയുക്തമായുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഏറെ മാറ്റങ്ങൾ നമുക്ക് ഈ ഓണക്കാലത്ത് നമ്മുടെ വിപണിയിൽ ആശ്വാസമാവുന്ന നിലയിലുള്ള ഇടപെടലുകൾ നമുക്ക് ഗവൺമെൻറ് തലത്തിൽ നടത്തുവാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഇന്ന് ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുവാൻ ഏറെ തിരക്കുകളുടെ ഇടയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേർന്ന്. തീർച്ചയായിട്ടും അദ്ദേഹത്തോട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. വേദിയിൽ ഉപവിഷ്ടായി ബഹുമാനപ്പെട്ട MP, മേയർ, ബഹുമാനപ്പെട്ട MLA-മാർ, വിവിധ കക്ഷി നേതാക്കൾ അടക്കം സപ്ലൈകോയുടെ MD അടക്കം എൻ്റെ ഉദ്യോഗസ്ഥർ, തീർച്ചയായിട്ടും അവരുടെ എല്ലാം വലിയൊരു സഹകരണം ഈ സംരംഭത്തിനുണ്ട് എന്നത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ എല്ലാം സാന്നിധ്യത്തിന് പ്രത്യേകമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.